എന്നോട് എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, എക്സ്പെക്ടേഷൻസ് ആണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ശരിയായിരിക്കാം, ഓവർ തിങ്കിങ്ങും എക്സ്പെക്ടേഷൻസും എനിക്ക് ഭയങ്കരയും കൂടുതലാണ്. ഫേക്ക് ആയിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും എനിക്ക് പല സമയങ്ങളിലും പറ്റാറില്ല കേട്ടോ. ഞാനൊരു സംശയം നിങ്ങളോട് ചോദിക്കട്ടെ, അതെങ്ങനാ എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ നമ്മൾ ഒരു റിലേഷൻ വെക്കുന്നത്? സത്യം പറയാലോ, എനിക്ക് മനസ്സിലായിട്ടില്ല. വീട്ടിൽ ഓടിച്ചെന്ന് കയറിയിട്ട് അമ്മ എനിക്ക് വിശക്കണു എന്ന് പറയുമ്പോ അമ്മ ഫുഡ് തരും എന്നുള്ളത് എന്റെ ഒരു എക്സ്പെക്ടേഷൻ അല്ലേ? ഞാൻ എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആ വേവ് ലെങ്തിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് എന്റെ ഒരു എക്സ്പെക്ടേഷൻ അല്ലേ? നമ്മളെ ഫ്രീലി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതേപോലെ ഒരാളോട് പങ്കുവെക്കുമ്പോൾ അതേ വേവ് ലെങ്തിൽ അവർ മനസ്സിലാക്കും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ ബോണ്ടാണ് നമുക്കിടയിൽ ഉള്ളത് എന്നൊക്കെ ഉള്ളത് എന്ന് പറയുന്നത് ഒരു എക്സ്പെക്ടേഷൻസ് ആണ്. അത് എക്സ്പെക്ടേഷൻസ് അല്ല ഹേർട്ട് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന സംഭവം അവർക്ക് അതേ വേവ് ലെങ്തിൽ മനസ്സിലാക്കാൻ സാധിക്കാണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു ക്ലാരിറ്റി കുറവാണ്. അത് എക്സ്പെക്ടേഷൻസ് ഹേർട്ട് ചെയ്യുന്നതല്ല പറയേണ്ടത്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും അവരുടെ അടുത്ത് എക്സ്പെക്ടേഷൻ വെക്കണു എന്നല്ല നമ്മൾ പറയേണ്ടത്. ഐ എക്സ്പെക്ട് യു ടു ഡു ദിസ്, നീ അത് മനസ്സിലാക്കി ഇങ്ങനെ ചെയ്താൽ കൊള്ളാമായിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് മനസ്സിലാവുമായിരിക്കും. എന്റെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ വെച്ചേക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി ചെയ്യണം എന്ന് വിചാരിക്കുന്നതായിരുന്നു എന്റെ പ്രോബ്ലം. കുറച്ചൊക്കെ നമ്മുടെ മിസ്റ്റേക്സ് നമുക്ക് തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഈ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഉണ്ടായിരുന്ന സങ്കടങ്ങൾ എൻഡിങ് പോയിന്റ് വരെ ചിലപ്പോൾ കാണണമെന്നില്ല. ഈ എക്സ്പെക്ടേഷൻസും നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാനും ഒക്കെ ഉണ്ടാവുന്ന ഒരാൾക്ക് നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ചിലപ്പോൾ നമ്മൾ പറയാണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിനൊക്കെ ഉപരി ഒരാള് നമ്മളെ മനസ്സിലാക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാള് നമ്മൾ മനസ്സിലാക്കണം എന്ന് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും അവർ നമ്മളെ മനസ്സിലാക്കില്ല. സത്യം പറയാലോ, വേണ്ടാന്ന് വെച്ചൊരു റിലേഷനെ തിരിച്ച് വേണം എന്ന് വെപ്പിക്കാൻ ഭയങ്കര പാടാണ്.